ഞങ്ങളെന്താ കേരളത്തിലല്ലേ എന്ന് ചോദിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പറവൂരുകാർ. കാരണം ബസ് യാത്രയ്ക്ക് സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നൽകുന്ന യാത്രാക്കൂലിയല്ല പരവൂറുകാർ നൽകേണ്ടത്. ഫെയർ സ്റ്റേജ് നിർണയത്തിലെ അപാകത കാരണം ദിവസവും അധിക തുക നൽകിയാണ് ഇടപ്പള്ളി പറവൂർ റൂട്ടിലെ ബസ്സുകളിൽ നാട്ടുകാർ യാത്ര ചെയ്യുന്നത്. പലതവണ പരാതി പറഞ്ഞിട്ടും പൊതുജനത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. വാർത്തയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാം. അതായത് ഫെയർ സ്റ്റേജ് പോയിന്റ് അഥവാ ഫെയർ സ്റ്റേജ് പോയിന്റ് നിരക്ക് ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വാർത്തയുടെ ആധികാരികത എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഫെയർ സ്റ്റേജ് നിരക്ക് എന്ന് പറയുന്നത് അത് ഓരോ പോയിന്റിനനുസരിച്ചാണ് ഫെയർ സ്റ്റേജ് നിരക്ക് വരുന്നത്. ആദ്യം വരുന്ന പോയിന്റിന് 10 രൂപ, പിന്നീട് 13, 15, 18 ഇതാണ് പുതുക്കിയ ഫെയർ സ്റ്റേജ് നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഫെയർ സ്റ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ടു 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ അടുത്ത സ്റ്റോപ്പ് വരെയുള്ള ദൂരം, അതാണ് ഫെയർ സ്റ്റേജ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്തൊരു ഫെയർ സ്റ്റേജ് പോയിന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഈ ഫെയർ സ്റ്റേജ് നിരക്കും ഫെയർ സ്റ്റേജ് പോയിന്റുമാണ് ഇടപ്പള്ളി പറവൂർ റൂട്ടിൽ കൃത്യമായി നടപ്പിലാക്കാത്തത്. പറവൂരിൽ നിന്നും ഇടപ്പള്ളി, കലൂർ, വൈറ്റില ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളിലും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലുമാണ് അമിത യാത്രാ ചാർജ് ഈടാക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ പറവൂരിൽ നിന്നും ഇടപ്പള്ളി വഴി കലൂരിലേക്ക് 30 രൂപയാണ് ഫെയർ സ്റ്റേജ് നിരക്ക്. എന്നാൽ യാത്രക്കാരിൽ നിന്നും വാങ്ങുന്നത് 33 രൂപ. പറവൂരിൽ നിന്ന് ഇടപ്പള്ളി വഴി വൈറ്റില ഹബ്ബിലേക്ക് 33 രൂപയുടെ സ്ഥാനത്ത് വാങ്ങുന്നത് 35 രൂപയും. ലാണ് മഞ്ഞുമൽ കവല ഫെയർ സ്റ്റേജ് ഒഴിവാക്കിയുള്ള ഉത്തരവ് വരുന്നത്. ഇടപ്പള്ളി മേൽപ്പാലം വന്നതോടെ ദൂരവ്യത്യാസം ഉണ്ടായതായിരുന്നു കാരണം. ഈ ഉത്തരവിനെതിരെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. എന്നാൽ അനുകൂല ഉത്തരവ് ഉണ്ടായില്ല. പിന്നീട് അപ്പീൽ നൽകിയെങ്കിലും കോടതി RTO ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഒഴിവാക്കിയ മഞ്ഞുമൽ കവല ഫെയർ സ്റ്റേജ് പോയിന്റ് ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴും യാത്രക്കാരിൽ നിന്നും തുക ഈടാക്കുന്നത്. ഒരു റൂട്ടിൽ ഒരു സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചറിന് പ്രതിദിന നഷ്ടം 10 രൂപ വെച്ചാണ്. അതായത് പറവൂർ കലൂർ റൂട്ടിൽ യാഥാർത്ഥ ചാർജ് 30 രൂപയാണ്, മേടിക്കുന്നത് 33 രൂപയാണ്. പറവൂർ വൈറ്റില റൂട്ടിലെ യാഥാർത്ഥ ചാർജ് 33 രൂപയാണ്, മേടിക്കുന്നത് 35ആണ്. ലിമിറ്റഡ് ബസ് സ്റ്റോപ്പുകൾ 38ആണ് മേടിക്കുന്നത്. അപ്പോൾ പ്രതിദിനം ഒരു ആൾ എറണാകുളത്ത് പോയി വരുന്ന ഒരു വ്യക്തിക്ക് പ്രതിദിനം നഷ്ടം 10 രൂപ വെച്ചാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഈ നഷ്ടം ഒരു മാസം ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാസഞ്ചറിനുള്ള നഷ്ടം കണക്കൂട്ടിയാൽ ഏകദേശം എത്ര രൂപയുടെ കൊള്ളയാണ് നടക്കുന്നുള്ളത് പൊതുജനത്തിന് വ്യക്തമായിട്ട് ബോധ്യമാകുന്നൊരവസ്ഥയാണ്. ചില ബസ്സുകളിൽ ഫെയർ സ്റ്റേജ് നിരക്കും പോയിന്റും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ വാങ്ങുന്നത് അധിക നിരക്ക്. മറ്റു ചില ബസ്സുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ തെറ്റും. ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാകട്ടെ സാധാരണക്കാരായ യാത്രക്കാർ. അല്ല, 33 തന്നെയാണ് മേടിക്കണത്. ഞാൻ ഇന്നലെയും കൂടി എറണാകുളത്ത് പോയി വന്നോളൂ. അപ്പോൾ എറണാകുളത്ത് നിന്ന് പോയിട്ട് വരുമ്പോൾ നമ്മളെ കലൂർ സ്റ്റാൻഡിൽ നിന്ന് പറവൂർക്ക് 33 രൂപയാണ്. അതേപോലെ ഇവിടെ നിന്ന് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിന് ഞങ്ങളുടെ കോട്ടയിൽ കോവിലകം ടു ആലുവ 33 റുപ്യ. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അതെങ്ങനെയാണെന്ന്, എന്റെ വേരിയേഷൻ എന്താണെന്ന്. കിലോമീറ്റർ അനുസരിച്ചാണല്ലോ പൈസ കൊടുക്കേണ്ടത്. എല്ലായിടങ്ങളിലും വർഷം തോറും ടെസ്റ്റ് ഡ്രൈവ് നടത്തി ഫെയർ സ്റ്റേജ് നിരക്കും ഫെയർ സ്റ്റേജ് പോയിന്റ് നിശ്ചയിക്കാറുണ്ട്. പക്ഷേ പറവൂർ ഇടപ്പള്ളി റൂട്ടിൽ ഇത് കൃത്യമായി നടപ്പിലാവുന്നില്ല എന്ന് മാത്രം. സാങ്കേതിക തടസ്സങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. 1 രൂപ 2 രൂപയൊക്കെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ദിവസവും ഈ റൂട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, ആ വ്യക്തിക്ക് ഒരു മാസം എത്ര രൂപയാണ് നഷ്ടമാകുന്നത് എന്ന് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ നടപ്പിലാക്കണം. സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറണം. കൊച്ചിയിൽ നിന്നും അതീഷിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.